അവഗണനയിൽ മനം മടുത്താണ് മുന്നണി മാറ്റമെന്ന് ഷീബ ബാബു. LDFിൽ നേരിട്ടത് തികഞ്ഞ അവഗണനയാണ്. ഡിവിഷനിലേക്ക് ഫണ്ടുകൾ പോലും അനുവദിക്കാതെ തഴഞ്ഞു. നേതൃത്വത്തെ അറിയിച്ചിട്ട് പോലും ഫലമുണ്ടായില്ല. സഹികെട്ടാണ് പാർട്ടിയും മുന്നണിയും വിട്ടത്. മുന്നണി ബന്ധമൊക്കെ പോയിട്ട് ആളുകളായി. കാരണം വെച്ചാൽ ഞാൻ 1.5 വർഷമായിട്ട് എന്നെ ഒരു പ്രസ് മീറ്റിനും നമ്മൾ അറിയിക്കാറില്ല, ഒരു കോർ കമ്മിറ്റി വിളിക്കാറില്ല. എന്നെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് വേറെ വിഷയങ്ങളൊന്നല്ല. 3 പ്രാവശ്യമായിട്ട് എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ നിന്ന് വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു. എനിക്ക് കൗൺസിലർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാരണം നമുക്ക് ഓരോ വർഷം അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് യഥാസമയം ലഭിച്ചാലാണ് നമുക്കത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുക. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. ടെൻഡർ വരെ എത്തുമ്പോൾ നമ്മുടെ വർക്കുകൾ മാറ്റിവെക്കപ്പെടുകയാണ്. നികുതി അടച്ച് എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് എൻ്റെ ഡിവിഷനിലുള്ളത്. അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് വികസനത്തിന് തടസ്സപ്പെടുത്തുക, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങൾക്കായുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് തന്റെ മുഖ്യ പരിഗണന. അതിന് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDAയിൽ വിശ്വാസമുണ്ടെന്നും ഷീബ പറഞ്ഞു. ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് എൻ്റെ ജനങ്ങളിലാണ്. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ പിന്തുണയ്ക്കുന്നവരവിടെ ഉണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന 4 ഭാഗത്തുള്ള ആവശ്യപ്രകാരമാണ് നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത്. പക്ഷെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു മെഷീനറി ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മുന്നണിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫണ്ട് കൂടുതൽ ലഭ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ നിരുപാധികം നമുക്ക് പിന്തുണ തന്നപ്പോൾ, ഇവരെൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഇലക്ഷൻ വർക്ക് എന്നോട് ഫ്രീ ആയിട്ട് നടത്തിയോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ മുന്നണിയിലേക്ക് വന്നിട്ടുള്ളത്. 15 വർഷമായി തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറാണ് ഷീബ ബാബു. ആദ്യ 5 വർഷം UDFിനൊപ്പമായിരുന്ന ഷീബ കഴിഞ്ഞ 10 വർഷമായി LDFിനൊപ്പമായിരുന്നു. ഇടക്കാലത്ത് പല ഭരണസമിതി തീരുമാനങ്ങളിലും കൗൺസിൽ യോഗത്തിൽ പരസ്യമായി വിയോജനവും വിമർശനവും പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഭരണസമിതിയും LDF നേതൃത്വവുമായി അകലാൻ കാരണമായത്. അതേസമയം BJPയിൽ അംഗത്വമെടുക്കുന്ന കാര്യത്തിൽ പിന്നീട് ചർച്ച ചെയ്യുമെന്നായിരുന്നു ഷീബയുടെ മറുപടി. അതൊക്കെ അപ്പോഴത്തെ ഇതുപോലെ തീരുമാനിക്കും. ഇപ്പം ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഭാവിയിലാവാം, ആവാതിരിക്കാം. TCV തൃശൂർ.